അധ്യായം 24. ബാബയുടെ തമാശകൾ. ചണക് ലീല 1. ഹേമന്ത് പാന്ത് 2. സുദാമ 3. അന്നാച്ചിൻ ചാനിക്കർ മാവു സിബായി. അടുത്ത അധ്യായത്തിൽ ഇന്നത് പറയാമെന്ന് പറയുന്നത് ഒരുവിധം അഹംഭാവമാണ്. മുഴുവൻ അഹംഭാവവും സദ്ഗുരുവിൽ സമർപ്പിക്കാത്ത പക്ഷം ഒന്നും നടക്കുന്നില്ല. അഹംഭാവരഹിതനായാൽ വിജയം സുസാധ്യമാണ്. സായിബാബയെ ആരാധിക്കുന്നതിൽ നിന്നും ലൗകികവും ആധ്യാത്മികവുമായ നേട്ടവും കൈവരുന്നു. അത് നമ്മുടെ സ്വഭാവമായി തീർന്ന് ആനന്ദം കൈവരുന്നു. അതിനാൽ ഇതു കേട്ട് നേട്ടം കൈവരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ലീലകളിൽ ശ്രദ്ധിച്ച് അവയെപ്പറ്റി സ്മരിക്കണം. അങ്ങനെ ചെയ്താൽ പരമാനന്ദം അനുഭവിക്കാറാകും. ചണക് ലീല. തമാശകൾ. ഷിർദിയിൽ എല്ലാ ഞായറാഴ്ചയും ചന്ത പതിവുണ്ട്. അയൽ ഗ്രാമക്കാർ അന്നവിടെ വന്ന് നിരത്തിൽ കട കെട്ടിയുണ്ടാക്കി വ്യാപാരം ചെയ്തു പോവും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മസ്ജിദിൽ തിരക്കായിരിക്കും. ഞായറാഴ്ച ഉച്ചയ്ക്ക് തിരക്ക് കൊണ്ട് ശ്വാസം മുട്ടിപ്പോവും. ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഹേമന്ത് പാന്ത് ബാബയുടെ കാൽ തലോടിയിരിക്കുകയായിരുന്നു. ശ്യാമ ബാബയുടെ ഇടത്തും വാമൻ റാവ് മുന്നിലും ഇരിപ്പുണ്ട്. ശ്രീമാൻ ബൂട്ടിയും കാക്കാ സാഹേബ് ദീക്ഷിതും മറ്റു പലരും അവിടെയുണ്ട്. ശ്യാമ ചിരിച്ച് ഹേമന്ത് പാന്തിനോട് പറഞ്ഞു, അന്നാ സാഹേബ്, നിങ്ങളുടെ കോട്ടിൻ്റെ കയ്യിൽ കുറെ കടല പറ്റിക്കിടക്കുന്നുണ്ട്. ഹേമന്ത് പാന്ത് ഇടം കൈയിൻ്റെ ഭാഗം പരിശോധിച്ചു. അപ്പോൾ കുറെ കടലമണികൾ താഴെ വീണത് ആളുകൾ പെറുക്കിയെടുത്തു. ഇത് തമാശയ്ക്ക് വഴികൊടുത്തു. അവിടെയുള്ളവർ കടല അവിടെ എത്താൻ പല കാരണങ്ങളും പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. ഹേമന്ത് പാന്തിനും അതെങ്ങനെ അവിടെ എത്തിയെന്നുള്ള കാരണം മനസ്സിലായില്ല. ആർക്കും ശരിയായ കാരണം പറയാൻ കഴിയാഞ്ഞപ്പോൾ ബാബ പറഞ്ഞു, ബാബ, ഈ ആൾക്ക് ഒറ്റയ്ക്ക് തിന്നുന്ന ഒരു ദുസ്വഭാവമുണ്ട്. ഇന്ന് ചന്തയല്ലേ, അയാൾ കടല തിന്നുകൊണ്ടാണ് ഇവിടെ വന്നത്. എനിക്ക് ഈ സ്വഭാവം അറിയാം. അതിൻ്റെ തെളിവാണ് കടലമണികൾ. ഇതിലെന്താണ് അതിശയിക്കാനുള്ളത്? ഹേമന്ത് പാന്ത്: ബാബ, ഞാൻ ഒറ്റയ്ക്ക് തിന്നലേയില്ല. പിന്നെ എന്തിനാണ് ഈ ദുസ്വഭാവം എന്നിൽ ആരോപിക്കുന്നത്? ഞാൻ ഷിർദി ചന്തയിൽ ഇന്ന് പോയിട്ടേയില്ല. പിന്നെ എങ്ങനെ കടല വാങ്ങി തിന്നാനാണ്? മറ്റുള്ളവർക്ക് കൊടുക്കാതെ ഞാനൊന്നും തിന്നലേയില്ല. ബാബ: ശരിയാണ്, നീ അടുത്തുള്ളവർക്ക് കൊടുത്തേ തിന്നലുള്ളൂ. അടുത്ത ആരുമില്ലെങ്കിൽ നാം എന്തു ചെയ്യും? പക്ഷേ തിന്നുന്നതിന് മുൻപ് എന്നെ ഓർക്കലുണ്ടോ? ഞാൻ എപ്പോഴും കൂടെയില്ലേ? അപ്പോൾ നീ തിന്നുന്നതിന് മുൻപ് എനിക്ക് വല്ലതും തരലുണ്ടോ? തത്വം. ഈ സംഭവത്തിൽ ബാബ പഠിപ്പിച്ച പാഠം നോക്കുക. നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എന്താസ്വദിക്കുകയാണെങ്കിലും ബാബയെ മുൻകൂട്ടി വിചാരിച്ചാൽ അതൊരു നൈവേദ്യമായി എന്ന്. ഇന്ദ്രിയങ്ങൾക്ക് ലക്ഷ്യങ്ങളെ വിധേയമാക്കാതിരിക്കാൻ സാധ്യമല്ല. പക്ഷേ അവയെ ആദ്യം ഗുരുവിന് സമർപ്പിച്ചാൽ അവയിലുള്ള ആസക്തി ഇല്ലാതാവുന്നു. ഇങ്ങനെ ആഗ്രഹം, കോപം, ദുരാശ മുതലായ എല്ലാ വൃത്തികളും ആദ്യം ഗുരുവിന് സമർപ്പിച്ചാൽ ഗുരു അവയെ ഇല്ലായ്മ ചെയ്യുന്നു. ആസ്വദിക്കുന്നതിന് മുൻപ് ബാബ സമീപത്തുണ്ടെന്ന് സങ്കൽപ്പിക്കുക. അപ്പോൾ അത് ആസ്വദിക്കാൻ പറ്റിയതോ അല്ലാത്തതോ എന്ന് ആലോചന വരും. അപ്പോൾ ആസ്വാദനത്തിന് പറ്റാത്തവ ഉപേക്ഷിച്ച് ദുസ്വഭാവം ഇല്ലായ്മ ചെയ്യും. ഗുരുവിനോടുള്ള ഭക്തിയും വർദ്ധിക്കും. ജ്ഞാനം തന്നെത്താൻ പൊട്ടിമുളയ്ക്കും. അങ്ങനെ ശരീരമാണ് നാമെന്ന ചിന്ത മാറി നാം പരമാത്മാവാണെന്ന ബോധം വളർന്നു വരും. അപ്പോൾ ആനന്ദവും തൃപ്തിയും ലഭിക്കും. ഗുരുവും ദൈവവും ഭിന്നമല്ല.
അവ തമ്മിൽ വ്യത്യാസം കാണുന്നവർ ദൈവത്തെ കാണുന്നില്ല. അപ്പോൾ വ്യത്യസ്ത ചിന്ത ഒഴിവാക്കി ഗുരുവിനെയും ദൈവത്തെയും ഒന്നായി കാണണം. അങ്ങനെ ഗുരുവെ മേൽപ്രകാരം സേവിച്ചാൽ ദൈവം മനഃശുദ്ധി ഉണ്ടാക്കി ആത്മജ്ഞാനം പ്രദാനം ചെയ്യും. ചുരുക്കത്തിൽ എന്തും ഗുരുവിന് കൊടുത്തേ നാം അനുഭവിക്കാവൂ. ഇങ്ങനെ ശീലിച്ചാൽ നമുക്ക് സദാ ബാബയെ ധ്യാനിക്കാൻ കഴിയും. ബാബയുടെ സഗുണരൂപം മുന്നിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ഭക്തി, നിസ്സംഗത്വം, മുക്തി ഇത് നമുക്ക് ഉറപ്പാണ്. അങ്ങനെ ബാബാരൂപം മനസ്സിൽ വച്ചാൽ വിശപ്പ്, ദാഹം, സംസാരം എല്ലാം മറക്കും. ലൗകിക സുഖങ്ങളിലെ ആസക്തി ഇല്ലാതായി മനസ്സിന് ശക്തിയും സന്തോഷവും സിദ്ധിക്കും. സുദാമാവിൻ്റെ കഥ. ശ്രീകൃഷ്ണനും ബാലരാമനും ഒരു സതീർത്ഥ്യനായ സുദാമാവോടുകൂടി സന്ദീപനിയുടെ ആശ്രമത്തിൽ പഠിക്കാൻ താമസിച്ചു. ഒരിക്കൽ കൃഷ്ണനെയും ബലരാമനെയും കാട്ടിൽ വിറകിനയച്ചപ്പോൾ 3 പേർക്കും തിന്നാൻ കുറെ കടലയും കൊടുത്തയച്ചു. കൃഷ്ണൻ സുദാമാവിനെ കാട്ടിൽ വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു, ദാദാ, എനിക്ക് വെള്ളം വേണം. സുദാമാവ് പറഞ്ഞു, വെറും വയറിൽ വെള്ളം കുടിക്കരുത്, കുറച്ച് വിശ്രമിച്ചോളൂ. കടലയുടെ വർത്താനമേ പറഞ്ഞില്ല. കൃഷ്ണൻ ക്ഷീണിതനായി സുദാമാവിൻ്റെ മടിയിൽ തലവെച്ച് കിടന്ന് കൂർക്കം വലിച്ചുറങ്ങി. ഇത് കണ്ട് സുദാമാവ് കടലയെടുത്ത് തിന്നാൻ തുടങ്ങി. കൃഷ്ണൻ ചോദിച്ചു, ദാദാ, എന്താ തിന്നുന്നത്? എന്താ ഒച്ച കേൾക്കുന്നത്? സുദാമാവ് മറുപടി പറഞ്ഞു, എന്തു തിന്നാനുണ്ട്? ഞാൻ തണുത്ത് വിറച്ച് പല്ല് കടിക്കുന്നതാണ്. എനിക്ക് വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ പോലും കഴിയുന്നില്ല. ഇത് കേട്ട് പരമാത്മാവായ കൃഷ്ണൻ പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. അതിലൊരാൾ മറ്റൊരാൾക്കുള്ളത് തിന്നുകയാണ്. മറ്റേയാൾ ചോദിച്ചപ്പോൾ എന്ത് മണ്ണാണ് തിന്നാനുള്ളതെന്നാണ് അയാൾ ചോദിച്ചത്. മറ്റേയാൾ അങ്ങനെയാവട്ടെ എന്നും പറഞ്ഞു. ദാദാ, ഇതൊരു സ്വപ്നമാണ്. എന്നെ കൂടാതെ നിങ്ങളൊന്നും തിന്നില്ലെന്ന് എനിക്കറിയാം. സ്വപ്നത്തിൻ്റെ പ്രേരണാശക്തി കൊണ്ട് നിങ്ങൾ എന്താണ് തിന്നുന്നത് എന്ന് ചോദിച്ചു പോയതാണ്. സുദാമാവിന് കൃഷ്ണ പരമാത്മാവിൻ്റെ ലീല മനസ്സിലായിരുന്നെങ്കിൽ അപ്രകാരം ചെയ്യില്ലായിരുന്നു. പിന്നീട് അതിനയാൾക്ക് അനുഭവിക്കേണ്ടി വന്നത് കഷ്ടപ്പാടാണ്. ജീവിതം മുഴുവൻ ദരിദ്രനായി കഴിഞ്ഞു. പിന്നീട് ഭാര്യ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പിടി അവൽ കൊടുത്ത് പ്രീതനായ കൃഷ്ണൻ അയാൾക്ക് ഒരു സുവർണ നഗരം തന്നെ പ്രദാനം ചെയ്തു. ഈ കഥ അന്യർക്ക് കൊടുക്കാതെ ഒറ്റയ്ക്ക് തിന്നുന്നവർ ഓർക്കേണ്ടതാണ്. ശ്രുതികളിലും ആദ്യം ദൈവത്തിന് നിവേദിച്ച് ഉച്ഛിഷ്ടം കഴിക്കാൻ ഉപദേശിക്കുന്നു. ബാബയും ഇതേ പാഠം തമാശ രൂപത്തിൽ പഠിപ്പിച്ചു. തേന കൃക്തേന ഭുഞ്ചീത ഈശോപനിഷത്ത്. അന്നാജിൻ ചാനിക്കർ വേഴ്സസ് മാവ്സിബായ്. മറ്റൊരു രസകരമായ സംഭവത്തിൽ ബാബ സമാധാനം സ്ഥാപിച്ച കഥ പറയാം. ദാമോദർ ഘനശ്യാമ ബാബറെ എന്ന അന്നാജിൻ ചാനിക്കർ എന്നു പേരായ ഒരു ഭക്തനുണ്ടായിരുന്നു. അയാൾ നേർവഴിക്കാരനും ചുണ്ടിക്കാരനുമായിരുന്നു. ആരെയും വകവയ്ക്കാതെയും പെട്ടിത്തുറന്ന് കാര്യം പറഞ്ഞും റൊക്കക്കച്ചവടം മാത്രം ചെയ്തും അയാൾ ജീവിച്ചു. അയാൾ പുറമേക്ക് പരുക്കനായിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ സൽസ്വഭാവിയും നല്ലവനുമായിരുന്നു. അയാളെ ബാബ സ്നേഹിച്ചു. പിന്നീട് അയാൾ മഹാസമാധിക്ക് ശേഷം മുഴുവൻ സ്വത്തും ഷിർദി സനസ്ഥാനത്തേക്ക് ഒസ്യത്തെഴുതി വെച്ചു. ഒരുച്ചയ്ക്ക് എല്ലാവരും ചെയ്യും പോലെ ഈ അന്നാ സാഹേബ് നിന്നുകൊണ്ട് ബാബയുടെ മരപ്പടിയിൽ വെച്ചിരുന്ന കൈ തടവുകയായിരുന്നു. വലതുഭാഗത്ത് വയസ്സായ വിധവ മാവ് സിബായ് അവർക്കിഷ്ടം പോലെ ബാബയെ പരിചരിക്കുകയായിരുന്നു. അന്നേരം അവർ ബാബയുടെ ദേഹം പിടിച്ച് വയറ്റത്ത് വിരൽ കൊണ്ടമർത്തി ഇളക്കി മറിക്കുകയായിരുന്നു. ഇത് വളരെ ശക്തിയോടെ ചെയ്യുന്നതുകൊണ്ട് ബാബയുടെ വയറ് പരന്ന മാതിരിയായി.
ബാബ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിക്കൊണ്ടിരുന്നു. അന്ന ഇളകാതെയും മാവ്സിബായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിച്ചുമാണ് പരിചരിച്ചത്. ഒരിക്കൽ അവരുടെ മുഖം അന്നയുടെ മുഖത്തിനടുത്തായി വന്നു. അവർ തമാശയായി, "ഓ, ഈ അന്ന ഒരു മാതിരിക്കാരനാണ്. എന്നെ ഉമ്മ വയ്ക്കാൻ നോക്കുന്നു. ഇത്ര വയസ്സായി നരച്ച എന്നെ ഉമ്മ വയ്ക്കാൻ ഇയാൾക്ക് ലജ്ജയില്ലല്ലോ" എന്ന് പറഞ്ഞു. ഇത് കേട്ട് കോപിച്ച അന്ന കുപ്പായ കൈ മടക്കി കയറ്റി, "നിങ്ങൾ പറയുന്നത് ഞാൻ ചീത്തയാളാണെന്നാണോ? ഞാനൊരു വിഡ്ഢിയൊന്നുമല്ല. നിങ്ങളാണ് വക്കാണം തുടങ്ങി വെച്ച് ഇത് പറയിക്കുന്നത്" എന്ന് പറഞ്ഞു. അവിടെ കൂടിയവരെല്ലാം ഇത് കണ്ട് ചിരിച്ചു. ബാബയ്ക്ക് അവരെ രണ്ടുപേരെയും ഇഷ്ടമായതിനാൽ വളരെ സമർത്ഥമായി അവരെ സമാധാനിപ്പിച്ചു. ബാബ പറഞ്ഞു, "ഓ അന്ന, എന്തിനാണ് വെറുതെ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നത്? അമ്മയെ ഉമ്മവയ്ക്കുന്നതിൽ എന്താണ് വിരോധമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല." ഇത് കേട്ട് അവർ രണ്ടുപേരും സമാധാനപ്പെട്ടു. എല്ലാവരും ചിരിച്ചു. ബാബയുടെ അവസരോചിതമായ വാക്കുകൾ പ്രശംസിച്ചു. ബാബയുടെ സ്വഭാവം ഭക്തരെ ആശ്രയിക്കൽ. ബാബയ്ക്ക് ഭക്തന്മാർ അവരുടെ ഇഷ്ടപ്രകാരം സേവിക്കുന്നതാണ് ഇഷ്ടം. ആരും അതിലിടപെടുന്നത് ബാബ സമ്മതിക്കില്ല. ഒരു ഉദാഹരണമായി, ഇതേ മാവ്സിബായി ബാബയുടെ വയറ് തിരുമുകയായിരുന്നു. അവരുപയോഗിക്കുന്ന ബലവും പരുക്കത്തരവും കണ്ട് എല്ലാ ഭക്തന്മാരും ഭയപ്പെട്ടു. അവർ, "അമ്മേ, കുറച്ച് സാവധാനത്തിൽ ചെയ്യൂ, അല്ലെങ്കിൽ ബാബയുടെ ഞരമ്പുകൾ പൊട്ടും" എന്ന് പറഞ്ഞു. ഇത് കേട്ട് ബാബ എണീറ്റ് സത്ക കൊണ്ട് നിലത്തടിച്ചു. ബാബ കോപിച്ച് കണ്ണുകൾ തീക്കനൽ പോലെയായി. ആർക്കും ബാബയുടെ മുന്നിൽ നിൽക്കാൻ ധൈര്യം വന്നില്ല. ഉടനെ ബാബ സത്കയുടെ തല പൊക്കിൾക്കുഴിയിൽ വെച്ച് മറ്റേ തല തൂണിന്മേൽ വെച്ച് വയറമർത്താൻ തുടങ്ങി. 2-3 അടി നീളമുള്ള സത്ക ബാബയുടെ ദേഹത്ത് ഇറങ്ങിപ്പോകുന്നത് പോലെ തോന്നി. എല്ലാവരും വയറ് പൊട്ടിപ്പോകുമോ എന്ന് ഭയപ്പെട്ടു. ബാബ പിന്നെയും പിന്നെയും തൂണിനടുക്കലേക്ക് നീങ്ങുകയാണ്. ബാബ തൂണ് കടന്നു പിടിച്ച് അമർത്താൻ തുടങ്ങി. എല്ലാവരും പേടിച്ച് സ്തബ്ധരായി. ബാബ ഭക്തനു വേണ്ടിയാണ് ഈ സാഹസം അനുഭവിച്ചത്. മറ്റുള്ളവർ മാവ്സിബായിക്ക് സൂചന കൊടുത്തത് ബാബയ്ക്ക് വിഷമം ഏൽപ്പിക്കരുതെന്ന് വെച്ചാണ്. ഇത് സദുദ്ദേശത്തിൽ ചെയ്തതാണെങ്കിലും ബാബയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരുടെ സദുദ്ദേശപരമായ വാക്ക് ഇങ്ങനെയായിപ്പോയതിൽ അവർ അതിശയിച്ചു. ഭാഗ്യവശാൽ ബാബയുടെ കോപം ഉടനെ ശമിച്ചു. സത്ക വിട്ട് ആസനത്തിലിരുന്നു. അന്ന് തൊട്ട് ഭക്തന്മാർ ആരുടെ സേവനത്തിലും ഇടപെടരുതെന്നും അതിൻ്റെ ഗുണദോഷമളക്കാൻ ബാബയ്ക്ക് തന്നെയാണ് ശരിക്കറിയുക എന്നും മനസ്സിലാക്കി. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.